LDF അധികാരത്തിൽ വന്നാൽ മദ്യവർജനത്തിലൂടെയുള്ള മദ്യനയം നടപ്പിലാക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ജനങ്ങൾ മറന്നില്ല. പക്ഷെ സർക്കാർ മറന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകും, മദ്യവർജനത്തിന് പ്രാധാന്യം നൽകും. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കണ്ട് ജനങ്ങൾ അമ്പരക്കുകയാണ്. വെറും 29 ബാറുകൾ ഉണ്ടാകുന്നത് 801 ഉയർത്തി റെക്കോർഡ് സൃഷ്ടിച്ചു. 130 ബാറുകൾക്ക് പുതിയതായി ലൈസൻസ് നൽകി. ബിയർ, വൈൻ പാരലറുകൾക്ക് മാറ്റം വരുത്തി 442ഓളം ബാറുകളാക്കി. പക്ഷെ സർക്കാർ പറയുന്നത് അങ്ങനെ മാറ്റം വരുത്തി ബാറുകളാക്കി പ്രൊമോഷൻ നൽകിയത് വെറും 33 എണ്ണം മാത്രമാണെന്നാണ് പറയുന്നത്. സർക്കാർ അധികാരത്തിന് മുൻപ് പറഞ്ഞതും ജനങ്ങൾക്ക് നൽകിയ മദ്യവർജനമെന്ന വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തിയാണ് മദ്യനയം നടപ്പിലാക്കി വരുന്നത്. ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ ഒരു പരാതിയും ഇല്ലാതെ ഡിസ്റ്റിലറികളും മദ്യഷാപ്പുകളും യഥേഷ്ടം പ്രവർത്തിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. 1996 ചാരായ നിരോധനം നടത്തി ചുരുങ്ങിയ വിലയ്ക്ക് ഗുണമേന്മയുള്ള സർക്കാർ ഉൽപ്പന്ന ചാരായം ലഭിക്കുമായിരുന്നത് അവസാനിപ്പിച്ചത് ഇല്ലാതാക്കി അബ്കാരികളെയും വിദേശ മദ്യ ബാർ മുതലാളിമാരെയും കള്ള് മുതലാളിമാരെയും നിലനിർത്തി കോടീശ്വരന്മാരാക്കി. അതേസമയം പാവപ്പെട്ട മദ്യപന്മാർ വിദേശ മദ്യത്തെ ആശ്രയിക്കേണ്ടി വന്നതിൽ 10,000-കണക്കിന് കുടുംബങ്ങളാണ് അനാഥമാകേണ്ടി വന്നത്. ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ച ഒരു ബാർ ഉടമ 9 ബാറിന് മുതലാളിയായി മാറുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. 1996 സർക്കാർ അധീനതയിൽ ഉണ്ടായിരുന്ന പൂട്ടിക്കിടന്ന 3 പഞ്ചസാര മില്ലുകളിൽ മദ്യ ഉൽപ്പാദനം നടത്താൻ പദ്ധതി ഇട്ടിരുന്നതാണ്. എന്നാൽ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ അത് വേണ്ടെന്ന് വയ്ക്കുകയും 5 സ്വകാര്യ ഡിസ്റ്റിലറികൾക്കും 2 ബിയർ യൂണിറ്റിനും ലൈസൻസ് നൽകുകയായിരുന്നു ഇടതു സർക്കാർ ചെയ്തത്. തുടർന്ന് വിവാദമായപ്പോൾ ഡിസ്റ്റിലറികൾക്ക് മേലിൽ ലൈസൻസ് നൽകേണ്ടതില്ല എന്ന തീരുമാനം ക്യാബിനറ്റ് എടുക്കുകയായിരുന്നു. ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇപ്പോഴും ഡിസ്റ്റിലറികളും മദ്യ യൂണിറ്റുകളും പ്രവർത്തിച്ചു വരുന്നത്. അവയവ വിൽപ്പന വൃക്കയ്ക്ക് 40 ലക്ഷം, കരളിന് അതിൽ കൂടും. ഇരയാക്കിയത് 50 പേരെ. കണ്ണൂരിലെ യുവതിയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവും ഇടനിലക്കാരനും ചേർന്ന് അവയവ കച്ചവടത്തിന് നിർബന്ധിക്കുന്നുവെന്ന് ആരോപണവുമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ നെടുമ്പയിൽ സ്വദേശിനി രംഗത്ത് വന്നു. സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണെന്ന് അവർ. തനിക്ക് അവയവം കൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നുവെന്നും പേടിയായിരുന്നുവെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു. ഇടനിലക്കാരനായ ബെന്നി 50 പേരെ അവയവ കച്ചവടത്തിൽ ഇരയാക്കിയെന്ന് യുവതി ആരോപിച്ചു. വൃക്ക നൽകിയാൽ 40 ലക്ഷവും കരളിന് അതിൽ കൂടുതലും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഭർത്താവിന് വെറും 9 ലക്ഷം മാത്രം നൽകി ബാക്കി പണം അത്രയും ഇടനിലക്കാരാണ് എടുക്കുന്നത്. അവരുടെ നിർബന്ധം മൂലം ഈ മാസം 15-ന് പരിശോധനയ്ക്ക് വിധേയയായിരുന്നു. ഈ മാസം 15-ന് ശസ്ത്രക്രിയ നടത്താനും നിശ്ചയിച്ചു. ഭയം കൊണ്ട് അതിൽ നിന്നും പിന്മാറിയെന്നും യുവതി പറഞ്ഞു. അവയവം നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭർത്താവും ബെന്നിയും ഭീഷണിപ്പെടുത്തി എന്നും കാണിച്ചാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടത്. അതേസമയം യുവതി അവയവം നൽകുന്നതിൽ നിന്ന് പിന്മാറിയത് പണമിടപാടുമായി സംബന്ധിച്ച് തർക്കത്തിലാണെന്ന് പോലീസ് സംശയിക്കുന്നു. മദ്യനയത്തിൽ യോഗം നടന്നതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. എക്സൈസിനെ മറികടന്ന് ടൂറിസം വകുപ്പ്. മെയ് 21-ന് ടൂറിസം വകുപ്പ് യോഗത്തിൽ ഡ്രൈഡേയും ചർച്ചയായെന്നും തുടർന്നാണ് പണപ്പിരിവ് നടത്തുന്നതെന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മീറ്റിംഗിൻ്റെ തെളിവടക്കം ലിങ്ക് പുറത്തുവിട്ടാണ് ആരോപണം. പണം കൊടുത്തില്ലെങ്കിൽ മദ്യനയത്തിൽ മാറ്റം വരില്ലെന്ന് വളരെ കൃത്യമായ ആണ് ബാർ ഉടമ പറഞ്ഞിട്ടുള്ളതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. മദ്യനയ അഴിമതിയുമായി എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പച്ചക്കള്ളം പറഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് സർക്കാരിന് മുന്നിൽ 6 ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ടൂറിസം വകുപ്പ് എന്തിന് എക്സൈസ് വകുപ്പിനെ മറികടന്നു? മന്ത്രിമാർ എന്തിന് കള്ളം പറഞ്ഞു?
മന്ത്രി എം.പി. രാജേഷ് എന്തിന് DGPക്ക് പരാതി നൽകി? ടൂറിസം മന്ത്രി സർക്കാർ നയത്തിൽ തിടുക്കത്തിൽ ഇടപെട്ടത് എന്തിന്? KM മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച വിജിലൻസ് അന്വേഷണ മാതൃക എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രി എന്തിന് മൗനം നടിക്കുന്നു? എന്നീ 6 ചോദ്യങ്ങളാണ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. മദ്യനയവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോഴും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. പെരുമാറ്റച്ചട്ടം മാറിയാൽ പുതിയ മദ്യനയം നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ വെറും പ്രഹസനമാണെന്നും VD സതീശൻ ആരോപിച്ചു. ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ആരാണ് കോടിപതി എന്ന ചോദ്യത്തിന് തുല്യമെന്ന് ഖാർഗെ. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിനാണ് ഈ ചോദ്യം ആരാണ് കോടിപതി എന്ന് ചോദിക്കുന്ന പോലെയാണെന്ന് മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ അവതാരകനായ ജനപ്രിയ TV ക്വിസ് ഷോ കോൻ ബനേഗ കോർപതി എന്ന് പരാമർശിച്ചായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ എല്ലാ നേതാക്കളും കൂടി ചർച്ച ചെയ്ത് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും ഷിംലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയാണ് 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UPA സർക്കാർ രാജ്യം ഭരിച്ചതെന്ന് ഖാർഗെ ഓർമ്മപ്പെടുത്തി. ഇന്ത്യ മുന്നണിയിലെ ഏതു പാർട്ടിയാണ് കൂടുതൽ സീറ്റ് ലഭിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുക എന്ന് ജനങ്ങൾ കരുതുന്നു.